പറയാനുള്ളത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വാർത്തയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ചെറുതായി നമുക്ക് എല്ലാ വാർത്തകളുടെയും പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയാണെന്ന് പ്രേക്ഷകരെ അറിയിക്കണം. ഒന്ന്, ഇന്ന് നമ്മുടെ വയനാട്ടിൽ തെരച്ചിൽ ഇന്നും തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 3 ആഴ്ചയായിട്ട് തെരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 120ഓളം പേര് ഇനിയും കണ്ടെത്താനുണ്ട്. 120ഓളം പേരെ കണ്ടെത്താനുണ്ടെന്ന് പറയുമ്പോൾ ഈ DNA പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ആ കണക്ക് വരുമ്പോഴേക്കും അതിനകത്ത് കുറവ് വരും എന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ കാരണം ആരെയും തിരിച്ചറിയാൻ ഇതുവരെ കഴിയാത്ത നിരവധി ആളുകളുണ്ട്. അപ്പൊ ആ കണക്ക് അവിടെ കുറയുമെന്ന് വിചാരിക്കുമെങ്കിൽ നഷ്ടം തന്നെയാണല്ലേ കൃഷ്ണൻ. അവിടെ ഉള്ള ആളുകൾ അവരുടെ മാനസികാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോരോ പുതിയ കഥകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് താങ്ങാനാകുന്നതിലും അപ്പുറമാണ്. ആ തെരച്ചിൽ അവിടെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബാങ്കിന്റെ കാര്യമാണ്. അവിടെയുള്ള നിരവധി ആളുകൾ ലോൺ എടുത്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ഇന്ന് ബാങ്കേഴ്സ് സമിതി യോഗം ചേരുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യത്തിൽ അവർക്ക് എന്തെങ്കിലും സഹായം ലഭിക്കുമോ, അവരുടെ ബാക്കിയുള്ള ഇത് എഴുതിത്തള്ളുമോ എന്നൊക്കെയുള്ള വലിയ പ്രതീക്ഷ നമ്മൾ അതിൽ വെക്കുന്നുണ്ട്. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. ഒപ്പം ഷിരൂരിലെ നമ്മൾ അർജുനായിട്ടുള്ള തെരച്ചിൽ കഴിഞ്ഞ കുറെ നാളുകളായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 1 മാസം പിന്നിടുകയാണ് അർജുനായിട്ടുള്ള തെരച്ചിൽ. അപ്പൊ ഈശ്വർ മൽപെ ഇന്ന് ബംഗളൂരുവിൽ യോഗം ചേരുന്നുണ്ട്. എങ്ങനെയാണ് തെരച്ചിൽ നടത്തണം, ഡ്രഡ്ജർ കൊണ്ടുവരാൻ സാധിക്കുമോ, ഗോവയിൽ നിന്നാണ് ഡ്രഡ്ജർ കൊണ്ടുവരേണ്ടത്. അപ്പൊ അത് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നൊക്കെയുള്ള യോഗം ഒരു വശത്ത് നടക്കുന്നു. അതേസമയം ഈശ്വർ മൽപെ നമുക്ക് വലിയൊരു ഹീറോ ആണ് അല്ലേ. മൽപെ ഇറങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയായിരുന്നു. അപ്പോൾ അനുകൂലമായ സാഹചര്യം ഇല്ല, ഇപ്പൊ പ്രതികൂലമാണ്. അതുകൊണ്ട് തന്നെ തെരച്ചിൽ അവിടെ തുടരുന്നില്ല. അതേസമയം തുടരാൻ സാധ്യതയുണ്ടോ എന്ന് യോഗം നടക്കുന്നു. മൽപെ അർജുന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്, കോഴിക്കോട് അർജുന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കണ്ണാടിക്കൽ എത്തി അർജുന്റെ അമ്മയെ കാണുന്നുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടെ ഇടും. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യത്തെ വാർത്തയിലേക്ക് പോകാം. വായിച്ചോളൂ. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വൻതോതിൽ വിള്ളൽ. സ്വകാര്യ തേയില എസ്റ്റേറ്റിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. മലയടിവാരത്തെ 200-ലധികം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നത്. അതാണ് ചെമ്പ്രമലയിൽ വലിയ വിള്ളൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള വാർത്ത. അത് വലിയ ആശങ്ക ഉണ്ടാക്കുന്നത് തന്നെയാണ്. വലിയൊരു ദുരന്തം നമ്മൾ സാക്ഷ്യം വഹിച്ചതാണ്. അതിന് പിന്നാലെ ഇത്തരത്തിലൊരു വിള്ളൽ എന്ന വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ചെമ്പ്രമലയിലെ സ്വകാര്യ ടീ എസ്റ്റേറ്റിലാണ് പലയിടത്തും വലിയ തോതിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശം വിണ്ടുകീറി വെള്ളമൊഴുകുന്നു. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് ചെമ്പ്രമലയിലും വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായത്. മലയടിവാരത്ത് 216 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ചു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ഉരുൾപൊട്ടലുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളൊരു വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 216-217 കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ എങ്ങോട്ട് എന്നുള്ളൊരു ഭീതി ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ താമസിക്കുന്ന 216 കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കളക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിവിടെ ജനവാസയോഗ്യമാണോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂ ഇല്ലെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 22, പിന്നെ കാട് 22, ഇവർ മേലെ 22. ഇവരെ അവിടുന്ന് വന്നാൽ ഞങ്ങൾ അവിടേക്കാണ് ആ വെള്ളം എല്ലാം വരിക. പിന്നെ ഞങ്ങളാ ഭാഗം കുറച്ച് ഇടിഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്, ആ കുണ്ട്. ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലല്ല, എൻ്റെ മോളെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചത്. ഇന്നലെയാണ് ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ്. ഞങ്ങളെങ്ങനെ അവിടെ താമസിക്കുക, ഇവരും അതേപോലെ തന്നെ. ഇവരെ മോൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു പോയിക്കണേ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രമലയിൽ 1962 വൻ ഉരുൾപൊട്ടലിൽ 4 എസ്റ്റേറ്റ് ലയങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിരുന്നില്ല. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയടിവാരത്ത് ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പ്രദേശമാണ് ഇതും. സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് മണ്ണിടിഞ്ഞു താഴുന്ന കുന്നമംഗലം വയൽ
ചെമ്പ്രമലയടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടു മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. 1962 ചെമ്പ്ര ദുരന്തം മറക്കരുത്. കാരണം അന്ന് നിരവധി ജീവനുകൾ പൊലിഞ്ഞതാണ്. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഇതിനു നേരെ കണ്ണടയ്ക്കരുത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. വിനേഷ് തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. വിനേഷ്, വെരി ഗുഡ് മോർണിംഗ്. നമ്മൾ വിനേഷ് പറഞ്ഞ P2Cയിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് തുടങ്ങാം. നമ്മൾ ആരെയും ഭീതിപ്പെടുത്താനല്ല, പക്ഷേ അതൊരു ഓർമ്മപ്പെടുത്തലാണ്. അത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം മാധ്യമം എന്ന നിലയിൽ നമുക്കുണ്ട്. വിനേഷ്, എത്രത്തോളം ആശങ്കയുണ്ട് ചെമ്പ്രമലയെ സംബന്ധിച്ചിടത്തോളം? അശ്വതി, ഗുഡ് മോർണിംഗ്. ഈ ചെമ്പ്രമലയും മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണ് വരുന്നത്. അതായത് ചൂരൽമലയും പുത്തുമലയും അതുപോലെ തന്നെ ഈ വെള്ളാർമലയും ഒക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അതിലും എത്രയോ വലുതാണ് ഈ പറഞ്ഞിരിക്കുന്ന ചെമ്പ്രമല. നമുക്കറിയാം, ചെമ്പ്രമലയിലേക്ക് വലിയ വിനോദസഞ്ചാരികളെല്ലാം കൊണ്ടുപോകുന്നൊരു സ്ഥലമാണ്. വിനോദസഞ്ചാരികളൊക്കെ ധാരാളം പോകുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ഒരു ഭാഗത്ത് ഇത് ആദ്യമായിട്ടല്ല ഇവിടെ ഇത്തരത്തിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. മുമ്പും പലപ്പോഴായിട്ട് ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായ ഒരു അന്വേഷണമോ ജിയോളജിയുടെ പരിശോധനയോ ഇതിലുണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാർ നമ്മോട് പറഞ്ഞത്. കാരണം ഇത് ചെറിയൊരു വിള്ളൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു വിണ്ട് കീറിയ ശേഷം ഒരു ചെറിയ ചാല് പോലെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. അതിലൂടെ വെള്ളം കുത്തി ഒഴുകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റു പലയിടങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ ഈ ചൂരൽമലയിൽ ദുരന്തമുണ്ടായ, പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ ആ ഒരു കാലയളവിലാണ്. അവിടെയെല്ലാം പല ഭാഗത്തും പുല്ലുകൾ മുളച്ചുകൊണ്ട് നമുക്ക് കൃത്യമായ ആ വിള്ളൽ കാണാൻ കഴിയുന്നില്ല. അല്ലാത്ത സ്ഥലങ്ങളിൽ ഈ പൊട്ടി ചാല് പോലെ രൂപപ്പെട്ടിട്ടുണ്ട്. പലയിടത്തായി ഇടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ അശ്വതി, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ മുമ്പ് പഠനം നടന്നതാണ്. അതായത് സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസ് പഠനം നടത്തിയ ഒരു പ്രദേശം കൂടിയാണിത്. കാരണം ഈ കുന്നമംഗലം വയൽ എന്ന് പറയുന്നത് ഈ ചെമ്പ്രമലയുടെ അടിവാരത്തുള്ള സ്ഥലമാണ്. ഇവിടെയുള്ള പ്രദേശത്ത് മണ്ണ് ഇടിഞ്ഞ് താഴോട്ട് പോകുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു. അതായത് കിണറും മറ്റുള്ള വീട് പോലും ഒരു ഭാഗം ചെരിഞ്ഞ് താഴോട്ട് പോയി. ഇവിടെ താമസയോഗ്യമല്ല എന്ന് അന്ന് സെസ്സിൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 2010 സെസ് സംഘം ഇവിടെ വന്ന് കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയത്. ഇതിന് തൊട്ടു മുകളിലുള്ള ഒരു പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ചെമ്പ്രമലയിലെ പല സ്ഥലങ്ങളുമുണ്ട്. ഈ വാഗമരക്കാടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അബ്ദുൾ വഹാബ് MP ഉടമസ്ഥതയിലുള്ള ഫാത്തിമ എസ്റ്റേറ്റാണിത്. ഈ എസ്റ്റേറ്റിൻ്റെ പല ഭാഗങ്ങളിലുള്ള വിള്ളലുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസം ഉള്ള സ്ഥലത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ വലിയൊരു ദുരന്ത സാധ്യത തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ ഒരു ആശങ്ക ആളുകൾക്കുണ്ട്, പ്രദേശവാസികൾക്കുണ്ട്. ഇവരെ കൃത്യമായി തന്നെ ഇവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള നിവേദനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് നിവേദനം നൽകിയിട്ടുള്ളത്. അതായത് മഴക്കാലങ്ങളിൽ ഇവിടെ താമസയോഗ്യമല്ല, താമസിക്കാൻ തീരെ കൊള്ളില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഇവിടെയും ഇപ്പോൾ പുത്തുമലയിലും അതുപോലെ തന്നെ ചൂരൽമലയിലും മുണ്ടക്കയിലും എല്ലാം ഉള്ള പോലെ എസ്റ്റേറ്റ് ലയങ്ങൾ ഇവിടെയും ധാരാളമുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് എസ്റ്റേറ്റ് ലയങ്ങളിലുള്ളവരെല്ലാം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിള്ളലുണ്ടായ സ്ഥലത്തും എസ്റ്റേറ്റ് ലയങ്ങളെല്ലാം തന്നെയുണ്ട്. മാത്രമല്ല 216 കുടുംബങ്ങളാണ് താഴെയുള്ളത്. പൂർണ്ണമായി എല്ലാവരും ഒന്നും അവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ അന്ന് ശക്തമായ മഴയുണ്ടായ ആ 30-ാം തീയതിയും അതിനുശേഷവുമാണ് ഇവിടെയും വലിയ തോതിൽ വിള്ളലുണ്ടാവുകയും ഈ കലങ്ങിയ വെള്ളം കുത്തിയൊലിച്ച് വരികയും ചെയ്തതോടുകൂടി ജനങ്ങൾക്ക് ആശങ്കയുണ്ടായി. അങ്ങനെയാണ് ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ തയ്യാറായിട്ടുള്ളത്. എന്തായാലും ജിയോളജി കൃത്യമായ ഒരു പഠനം ഇവിടെ നടത്തേണ്ടതുണ്ട്. കാരണം അത്രയും ചെങ്കുത്തായ മലനിരകളാണ്. ഇവിടെ ഇടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ മേപ്പാടി ടൗണിലേക്ക് പോലും അതിൻ്റെ ഒരു പ്രത്യാഘാതം അവിടെ മേപ്പാടി ടൗണിന് പോലും ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അധികാരികളുടെ ഭാഗത്ത് നിന്ന് കൃത്യമായൊരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണം. കൃത്യമായ പഠനങ്ങൾ നടക്കണം. അവിടെ വാസയോഗ്യമല്ലെങ്കിൽ അവിടുത്തെ ആളുകളെ മറ്റു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് സർക്കാർ തിരിയേണ്ടത് അനിവാര്യമാണ്. അശ്വതി. വിനീഷ് കൃഷ്ണേന്ദുവാണ്. വിനീഷ്, 200-ലധികം കുടുംബങ്ങൾ അവിടെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ താൽക്കാലികമായ എന്തെങ്കിലും മുൻകരുതലുകൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഈ അധികാരികൾ തേയില എസ്റ്റേറ്റ് ഓണേഴ്സിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടുണ്ടോ? കൃഷ്ണേന്ദു, ഇതിനകത്ത് നമുക്ക് ഈ പ്രകൃതിയുടെ ഒരു തിരിച്ചടികൾ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഈ പ്രകൃതി ദുരന്തം സംബന്ധിച്ച് നമുക്ക് കൃത്യമായി ഒരു പ്രവചനങ്ങൾ നടത്താൻ കഴിയുമെങ്കിലും അത് എപ്പോൾ എങ്ങനെ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പില്ല. കാരണം അവിടെ നിന്ന് അതിനെ നമുക്ക് ഒരു കാലത്തും പ്രകൃതി ദുരന്തത്തെ മാത്രം നമുക്ക് ഒരു കാലത്തും പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് മാറി നടക്കുക, അതിനുള്ളൊരു സാഹചര്യം ഒരുക്കാതിരിക്കുക, അതിനുള്ള കാരണം
ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഈ ചെമ്പ്രമലയിൽ അങ്ങനെ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയോ അതുപോലെ തന്നെ ക്വാറി പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്യാത്ത സ്ഥലമാണ്. ഒരുപക്ഷെ അങ്ങനെ കൂടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെ വലിയ ദുരന്തം ഇവിടെയും ഉണ്ടാവുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. എന്തായാലും സെസ്സിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇത്രയും ചെങ്കുത്തായ മലനിരകളാണ് ഇവിടുത്തെ താഴ്വാരത്തിലെ ആളുകൾ താമസിക്കുന്നത് താമസയോഗ്യമല്ല എന്ന് തന്നെയാണ് അവർ അന്ന് അത് സംബന്ധിച്ച് ഈ കുന്നമംഗലം വയലിലെ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആളുകൾക്ക് ഇത് കൃത്യമായി അറിയാം. ഈ പ്രദേശത്ത് താമസിക്കുന്ന എത്രയോ വർഷങ്ങളായി പ്രദേശത്ത് എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകളാണ്. സ്വകാര്യ എസ്റ്റേറ്റിലാണ് വിള്ളലെങ്കിലും എസ്റ്റേറ്റിന് ഇതിനകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അവിടെ വലിയ തോതിൽ തന്നെ ഇതുപോലെ വിള്ളലുണ്ടാവുകയും ഇടിഞ്ഞു പോവുകയും ചെയ്തൊരു സ്ഥലം കൂടി നമ്മളവിടെ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ മലമുകളിലാണ് ഇതെല്ലാം ഉള്ളത്. ഈ ഭാഗങ്ങൾ തേയിലത്തോട്ടം ഇല്ലാത്ത ഭാഗങ്ങളിൽ ഒരു വാഗമരക്കാടുകളുണ്ട്. ആ വാഗമരം അന്ന് വ്യാപകമായി വെച്ച് പിടിപ്പിച്ചത് ഈ മണ്ണൊലിപ്പ് തടയുന്നതിനും ഇടിച്ചിൽ തടയുന്നതിനും വേണ്ടിയാണ്. അതും പലപ്പോഴും വെട്ടിമാറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ ഒരു കാലത്ത് വലിയ തോതിൽ തന്നെ മരമുറി നടന്ന പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് മരമുറി നടന്ന ഭാഗങ്ങളിലെല്ലാം തന്നെ വലിയ തോതിൽ മണ്ണൊലിപ്പും അതുപോലെ തന്നെ വിണ്ടുകയറുന്ന പ്രതിഭാസം വർദ്ധിച്ചിട്ടുണ്ട് എന്നും പ്രദേശവാസികൾ നമ്മോട് പറഞ്ഞു. എന്തായാലും ആളുകൾ എത്രയും പെട്ടെന്ന് സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവുകയും ആളുകളെ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം ഇവിടെ ആളുകളെ ശാശ്വതമായി, അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റുക, എസ്റ്റേറ്റ് ലയങ്ങളിലും മറ്റും താമസിക്കുന്ന ആളുകളെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. കാരണം വേനൽക്കാലത്ത് ഇവിടെ താമസിക്കുകയും മഴക്കാലത്ത് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവുകയും ചെയ്യുക എന്നുള്ളത് മനുഷ്യനെ സംബന്ധിച്ചോളം വലിയ ദുരിതമാണ്. അവർക്ക് കൃത്യമായി തന്നെ ഒരു സ്ഥലത്ത് താമസിക്കാൻ കഴിയാത്ത അവസ്ഥ. മറ്റൊന്ന്, ഇവിടെ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇപ്പോൾ തോട്ടമേഖലയിൽ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ചൂരൽമലയിലും അതുപോലെ തന്നെ പുത്തുമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിൽ യഥാർത്ഥത്തിൽ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ എത്ര ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പലപ്പോഴും നമുക്ക് ഈ വാർഡുകളിലുള്ള ആളുകളുടെ കണക്കുകളും പഞ്ചായത്തിൽ കൃത്യമായും കുടുംബങ്ങളുടെ വീട് നമ്പറും എല്ലാം നോക്കി ആ കുടുംബത്തിലെ അംഗങ്ങളുടെ കണക്കെടുത്തിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ പുറത്തു വരുന്ന കണക്കുള്ളത്. പക്ഷേ അതുപോലെ തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ കണക്കിൽ ഇവിടെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ എസ്റ്റേറ്റിലും ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇത് വലിയ അപകട സാധ്യത. ചെമ്പ്രമലയെ സംബന്ധിച്ചിടത്തോളം അതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കൂടിയാണല്ലോ, ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്ന സ്ഥലം കൂടിയാണ്. നമുക്ക് ഇതിന്റെ ഒരു ഭൂപ്രകൃതി പരിശോധിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചൂരൽമലയിൽ നിന്നും നേരത്തെ ദുരന്തമുണ്ടായ സ്ഥലത്തു നിന്നൊക്കെ എത്ര ദൂരമാണ് ഈ ചെമ്പ്രമല ഉള്ളത് എന്നുള്ളതാണ് ഏകദേശം. അശ്വതി, മേപ്പാടി ടൗണിൽ നിന്ന് നമ്മൾ ഊട്ടി റോഡിൽ നിന്ന് വലതുഭാഗത്തുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാലാണ് പുത്തുമല. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂരൽമല. ഏകദേശം നമ്മൾ ഒരു അരമണിക്കൂർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂറും 40 മിനിറ്റിനും ഉള്ളിൽ നമുക്ക് ചൂരൽമല എത്താൻ കഴിയും. അവിടെ നിന്ന് വീണ്ടും ഒരു 15 മിനിറ്റ് 20 മിനിറ്റിലധികം ദൂരം സഞ്ചരിച്ച് കഴിഞ്ഞാൽ മുണ്ടക്കയിലെത്താൻ കഴിയും. ഇതേ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ മേപ്പാടി പഞ്ചായത്തിലെ മുസ്ലിം പള്ളിയുടെ അവിടെ നിന്ന്, അതായത് ഈ ചൂരൽമല റോഡ് എത്തുന്നതിൻ്റെ മുമ്പ് വലതുഭാഗത്തേക്കുള്ള റോഡിലൂടെ പോയി കഴിഞ്ഞാൽ ചെമ്പ്രമലയാണ്. അവിടെ നിന്ന് ഏകദേശം ഞങ്ങൾ പോയ സ്ഥലം, അതായത് ഈ മലയുടെ തൊട്ട് മുകളിൽ എത്തുന്നത് വരെയുള്ള സ്ഥലം ഏകദേശം നമ്മളൊരു 40 മിനിറ്റോളം ഇവിടേക്കും സഞ്ചരിക്കേണ്ടി വരും. ഇത്ര അടുത്ത് തന്നെയാണ്. കാരണം ഈ വയനാട് ഇതിൻ്റെ നേരെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നേരെ എതിർഭാഗത്ത് നിൽക്കുന്നത് മണിക്കുന്ന് മലയാണ്. ഈ മണിക്കുന്ന് മലയിലും കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് കഴിഞ്ഞ വലിയ തോതിൽ മഴയുണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്നും അതിൻ്റെ അടിവാരങ്ങളിലുള്ള ആളുകൾ ഒഴിഞ്ഞു പോകേണ്ട ഗതികേടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചുറ്റും മലകളുള്ള ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ളത് മേപ്പാടി മേഖലയിൽ തന്നെയാണ്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന സ്ഥലമാണ്. ഈ മേപ്പാടിയിലും വൈത്തിരി താലൂക്കിലും വരുന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള മലനിരകളുള്ളത്. ഇത് വിനോദസഞ്ചാര കേന്ദ്രമാണ്. സ്ഥിരമായി വിനോദസഞ്ചാരികൾ ഇവിടെ എത്തുന്നതാണ്. ഇവിടെ വനം വകുപ്പിൻ്റെ വനസംരക്ഷണ സമിതി ആണ് ഇവിടുന്ന് കൃത്യമായി ടിക്കറ്റ് വാങ്ങി മുകളിലേക്ക് കടത്തിവിടുന്നത്. അവിടുന്ന് ഇതിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ഹൃദയ തടാകമുണ്ട്. അവിടെ കാണാൻ വേണ്ടിയാണ് വ്യാപകമായി ഇങ്ങോട്ട് വിനോദസഞ്ചാരികൾ എത്തുന്നത്. പക്ഷേ ഈ ഒരു ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിലും അതുപോലെ തന്നെ വിനോദസഞ്ചാരികൾക്ക് ഇപ്പോൾ മഴ ശക്തമായ സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ട് പ്രവേശനം തൽക്കാലത്തേക്ക് നിഷേധിച്ചതുകൊണ്ട് മാത്രമാണ് ആളുകൾ ഇങ്ങോട്ട് എത്താത്തത്. ഇപ്പോൾ തോട്ടം തൊഴിലാളികൾ മാത്രമാണ് ഈ പ്രദേശത്തുള്ളത്. എന്തായാലും അവരുടെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളും ഏറ്റവും സാധാരണക്കാരായ കൂലിപ്പണിക്കാരായ മനുഷ്യന്മാരും ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മലയടിവാരം. അത്ര വലിയ സാമ്പത്തിക ശേഷിയൊന്നുമുള്ള ആളുകളല്ല, തീരെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകളാണ് കൂടുതലും താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പഠനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചോ ഇതിൻ്റെ പ്രത്യാഘാതത്തിനെക്കുറിച്ചോ ഒന്നും അറിയില്ല. ഈ ഉരുൾപൊട്ടലിൻ്റെ വ്യാപ്തി നമുക്കറിയാം, ചൂരൽമലയിലൊക്കെ കണ്ട് അവർക്ക് ശരിക്കും യഥാർത്ഥത്തിൽ ആ ഒരു ഭീതി അവർക്കുണ്ട്. അപ്പോൾ അവരെ ഒരു ഭീതിപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള സൂചനകൾ, ഇങ്ങനെ ഭൂമി വിണ്ടു കീറുകയും അതുപോലെ തന്നെ അതൊരു ചാലായി വെള്ളം കലക്ക് വെള്ളം കുത്തിയൊലിച്ച് കലങ്ങിയ വെള്ളം കുത്തിയൊലിച്ച് വരികയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതൊരു ഉരുൾപൊട്ടലിനുള്ള സാധ്യതയുണ്ടെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയതും കൂടിയാണ്. ഒരുപക്ഷേ ഈ ഒരു ദിവസം 300-400 മില്ലിമീറ്റർ മഴയെല്ലാം പെയ്യുന്ന ഒരു സ്ഥലത്ത് ഇവിടെ ഒരുപക്ഷേ ഈ ചെമ്പ്രമലയിൽ അത്ര മഴ ലഭിച്ചിട്ടുണ്ടാവില്ലായിരിക്കും. ഉണ്ടാവുമായിരുന്നെങ്കിൽ തീർച്ചയായും ഇവിടെയും ഉരുൾപൊട്ടലിനുള്ള സാധ്യത
ഉള്ള സ്ഥലം തന്നെയാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ വിദഗ്ധരും പറയുന്നത്. എന്തായാലും ജിയോളജി കൃത്യമായി തന്നെ ഇവിടെ പഠനം നടത്തുകയും ആളുകളെ ഇവിടെ താമസയോഗ്യമാണോ എന്ന് കൃത്യമായി, അന്ന് സെസ് താമസയോഗ്യമല്ല എന്ന് പറഞ്ഞ സ്ഥലം കൂടിയാണ്, അവിടെ വീണ്ടും ഇത് കൃത്യമായ ഒരു പഠനം നടത്താൻ നമ്മളെ ജിയോളജി വിഭാഗം തയ്യാറാവണം. ഒപ്പം തന്നെ ആളുകളെ പെട്ടെന്ന് തന്നെ ഈ ചൂരൽമലയ്ക്കൊപ്പം തന്നെ ഇവിടുത്തെ ആളുകളെയും റീലൊക്കേറ്റ് ചെയ്യാനുള്ളൊരു നടപടികളുണ്ടാകും.